ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 131ാം പതിപ്പ് ഇന്ന്. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഉത്തർപ്രദേശിലെ മീററ്റിൽ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹി പ്രഖ്യാപനത്തിന്റെ അംഗീകാരത്തോടെ ഇന്ത്യ എഐ ഇംപാക്ട് ഉച്ചകോടിക്ക് സമാപനമായി. സാമൂഹിക നന്മയ്ക്ക് നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തുന്നത് സംബന്ധിച്ച സമവായം 88 രാജ്യങ്ങൾ അംഗീകരിച്ചു. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനം നാളെ പുനരാരംഭിക്കും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ഐസിസി T20 ലോകകപ്പ് സൂപ്പർ 8ൽ ഇന്ന് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന്. പരിപാടിയുടെ 131ാം പതിപ്പാണ് ഇത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും രാവിലെ 11 മണിക്ക് പരിപാടി ലഭ്യമാകും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. ഉത്തർപ്രദേശിലെ മീററ്റിലെ ശതാബ്ദി നഗർ നമോ ഭാരത് സ്റ്റേഷനിൽ മീററ്റ് മെട്രോയും നമോ ഭാരത് ട്രെയിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. മീററ്റ് സൌത്ത് സ്റ്റേഷൻ വരെ പ്രധാനമന്ത്രി മെട്രോ യാത്ര നടത്തും. ശേഷം മീററ്റിൽ 12,930 കോടിയോളം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ശ്രീ മോദി ഉദ്ഘാടനം ചെയ്യും. 82 കിലോമീറ്റർ ഡൽഹി മീററ്റ് നമോ ഭാരത് കോറിഡോർ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഇന്ത്യയിലെ ആദ്യ നമോ ഭാരത് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റത്തിന്റെ മറ്റ് സെക്ഷനുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹി പ്രഖ്യാപനത്തിന്റെ അംഗീകാരത്തോടെ ഇന്ത്യ എഐ ഇംപാക്ട് ഉച്ചകോടിക്ക് സമാപനമായി. സാമ്പത്തിക വളർച്ചയ്ക്കും സാമൂഹിക നന്മയ്ക്കുമായി നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തുന്നത് സംബന്ധിച്ച സമവായം 88 രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും അംഗീകരിച്ചു. അന്താരാഷ്ട്ര സഹകരണവും പങ്കാളിത്തവും വർദ്ധിപ്പിക്കുന്നതിനായി 7 തന്ത്രപ്രധാന മേഖലകളിൽ സഹകരണത്തിനും ധാരണയായി. നിർമ്മിത ബുദ്ധി അധിഷ്ഠിത പരിഹാരങ്ങൾ, ആശയങ്ങൾ എന്നിവ പങ്കുവയ്ക്കുന്നതിന് സ്റ്റാർട്ടപ്പുകൾക്കും വ്യവസായ പ്രമുഖർക്കും നയരൂപീകരണകർത്താക്കൾക്കും ന്യൂഡൽഹിയിലെ ഇന്ത്യ എഐ ഇംപാക്ട് ഉച്ചകോടി അവസരമൊരുക്കി. മേഖലയിലെ 100ഓളം സ്ഥാപകർ, സിഇഒമാർ, 150ഓളം അക്കാദമിക വിദഗ്ധർ, ഗവേഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. 5 ലക്ഷത്തിലേറെ പേരാണ് പരിപാടി കാണാൻ എത്തിയത്. ഉത്തർപ്രദേശിലെ യമുന എക്സ്പ്രസ് വേ വ്യാവസായിക അതോറിറ്റിയിൽ ആരംഭിക്കുന്ന HCL ഫോക്സ് കോൺ സംയുക്ത സംരംഭ പദ്ധതിയായ ഇന്ത്യ ചിപ്പ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി നിർവഹിച്ചു. സാങ്കേതിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് പദ്ധതിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആഗോളതലത്തിൽ ഇന്ത്യയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിന് പദ്ധതി ഏറെ ഗുണകരമാകുമെന്നും അദ്ദേഹം അറിയിച്ചു. 2030ഓടെ ഉഭയകക്ഷി വ്യാപാരം $20 ബില്യൺ നിന്ന് $30 ബില്യൺ എത്തിക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യയും ബ്രസീലും. ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡ സിൽവയുടെ ഇന്ത്യാ സന്ദർശന വേളയിലാണ് തീരുമാനമെന്ന് വിദേശകാര്യ സെക്രട്ടറി പി കുമരൻ അറിയിച്ചു. എണ്ണ, പ്രകൃതിവാതകം, പുനരുപയോഗ ഊർജ്ജം, ഉപഗ്രഹ നിർമ്മാണം, കൃഷി, ആരോഗ്യം, യോഗ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയായി. MSME മേഖലയിലെ പുരോഗതി ലക്ഷ്യമിട്ടുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയും ബ്രസീലും ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡ സിൽവയുടെയും സാന്നിധ്യത്തിൽ ധാരണാപത്രം കൈമാറി. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം മേഖലകളിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര സഹകരണം മെച്ചപ്പെടുത്തുന്നതിനും ധാരണാപത്രം വേദിയൊരുക്കുമെന്ന് MSME മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. അടുത്ത മാസം 31ഓടെ രാജ്യത്ത് നിന്ന് നക്സലിസം പൂർണ്ണമായും തുടച്ചുനീക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുവാഹത്തിയിൽ 87ാമത് സ്ഥാപക ദിന പരേഡിൽ CRPF ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ നക്സൽ വിമുക്തമാക്കുന്നതിൽ CRPF, കോബ്ര ബറ്റാലിയൻ എന്നിവ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. सीआरपीएफ के जवानों के भरोसे मैं देश की जनता को फिर से कहना चाहता हूं, फरवरी समाप्त होने आया है. 31 मार्च 2026 को इस देश को हम माओवादी समस्या से पूर्ण रूप से मुक्त करा देंगे और माओवाद का संपूर्ण उन्मूलन हो जाएगा. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട് സന്ദർശിക്കും. മധുരയിലെ വണ്ടിയൂരിൽ
വി.ഒ. ചിദംബരം പിള്ളയുടെ പ്രതിമയുടെ ശിലാസ്ഥാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാകും. തുടർന്ന് തിരുക്കൊഷ്ടിയൂർ സൌമ്യനാരായണ പെരുമാൾ ക്ഷേത്രവും ശിവഗംഗയിലെ റാണി വേലു നാച്ചിയാർ കൊട്ടാരവും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനം നാളെ പുനരാരംഭിക്കും. ചോദ്യോത്തരവേളയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണിവരെ ബജറ്റിലേക്കുള്ള അന്തിമ ഉപധനാഭ്യർത്ഥനകൾ സംബന്ധിക്കുന്ന ധനവിനിയോഗ ബില്ലിന്മേൽ ചർച്ച നടക്കും. ഈ മാസം 27 വരെ ചേരുന്ന സഭ പിന്നീട് മാർച്ച് 4-ന് വീണ്ടും സമ്മേളിക്കും. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 2,60,63,644 പേരാണ് അന്തിമ വോട്ടർ പട്ടികയിലുള്ളത്. കരട് പട്ടികയിൽ നിന്ന് 53,229 പേരെ ഒഴിവാക്കിയിട്ടുണ്ട്. electoralsearch.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെ വോട്ടർ പട്ടികയിൽ പേരുൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാവും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയം വരെ ഇനിയും പുതിയ വോട്ടർമാർക്ക് പേര് ചേർക്കാൻ അവസരമുണ്ട്. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പുറത്തിറക്കിയത്. കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇന്നും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ജില്ലകളിൽ ഇന്നലെ വേനൽ മഴയെത്തി. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷിത തീരങ്ങൾ സമൃദ്ധമായ ഇന്ത്യ എന്ന സന്ദേശവുമായി CISF സംഘടിപ്പിക്കുന്ന വന്ദേ മാതരം സൈക്ലത്തോൺ കേരളത്തിലെ പര്യടനത്തിന്റെ 2ാം ദിവസം വിജയകരമായി പൂർത്തിയാക്കി. സൈക്ലത്തോൺ ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. സുരക്ഷിത തീരങ്ങൾ സമൃദ്ധമായ ഇന്ത്യ എന്ന സന്ദേശവുമായി CISF സംഘടിപ്പിക്കുന്ന വന്ദേ മാതരം സൈക്ലത്തോൺ കേരളത്തിലെ പര്യടനത്തിന്റെ 2ാം ദിവസം വിജയകരമായി പൂർത്തിയാക്കി. നേവൽ NCC, കോസ്റ്റൽ പോലീസ് എന്നിവരുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് തിരുവനന്തപുരം ജില്ല വഴി കേരളത്തിൽ പ്രവേശിച്ച കിഴക്കൻ തീര സൈക്ലത്തോൺ കേരള പര്യടനം തുടരുന്നത്. 25 ദിവസമായി രാജ്യത്തിന്റെ കിഴക്കൻ തീരത്തുകൂടെയും പടിഞ്ഞാറൻ തീരത്തുകൂടെയും 2 സംഘങ്ങളായാണ് CISF വന്ദേ മാതരം സൈക്ലത്തോൺ പ്രയാണം നടത്തുന്നത്. ICC T20 ലോകകപ്പ് സൂപ്പർ 8 പോരാട്ടങ്ങൾക്ക് ഇന്നലെ കൊളംബോയിൽ തുടക്കമായി. ശക്തമായ മഴയെ തുടർന്ന് ന്യൂസിലാൻഡും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം ഉപേക്ഷിച്ചു. ഇരു ടീമുകൾക്കും ഓരോ പോയിന്റ് വീതം ലഭിച്ചു. സൂപ്പർ 8-ലെ ഇന്ത്യയുടെ ആദ്യ മത്സരം ഇന്ന് നടക്കും. വൈകിട്ട് 7-ന് അഹമ്മദാബാദിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് കളി. 4 മത്സരങ്ങളും ജയിച്ച് ഗ്രൂപ്പിൽ ഒന്നാമതായാണ് ഇന്ത്യ സൂപ്പർ 8-ൽ ഇടം പിടിച്ചത്. ഓസ്ട്രേലിയയ്ക്കെതിരായ വനിതാ T20 ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. ഇന്നലെ നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയെ 17 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. 3 മത്സരങ്ങളടങ്ങിയ പരമ്പര 2-1-നാണ് ഇന്ത്യ നേടിയത്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി മത്സരം ഇന്ന് കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കും. രാത്രി 7:30-നാണ് മത്സരം. ഇതോടനുബന്ധിച്ച് നഗരത്തിൽ കർശന ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന കാണികൾക്കായി പ്രത്യേക പാർക്കിംഗ് കേന്ദ്രങ്ങളും യാത്രാ ക്രമീകരണങ്ങളും നിശ്ചയിച്ചു. രാത്രി 11:30 വരെ മെട്രോ സർവീസ് നടത്തും. രാജ്യത്തെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ വർധനവ്. ഈ മാസം 13-ന് അവസാനിച്ച ആഴ്ചയിലെ കണക്കുപ്രകാരം $725.727 ബില്യൺ ശേഖരമാണ് രാജ്യത്തുള്ളത്. സ്വർണ്ണ ശേഖര മൂല്യം $128.466 ബില്യൺ എത്തിയതായി RBI അറിയിച്ചു. വിദേശ നാണ്യ ആസ്തി $573.603 ബില്യൺ ആയും ഉയർന്നിട്ടുണ്ട്. വാതക പുറന്തള്ളൽ സംബന്ധിച്ച് ഡൽഹി ദേശീയ തലസ്ഥാന മേഖലയിൽ നിയന്ത്രണങ്ങളുമായി വായു ഗുണനിലവാര നിർവഹണ കമ്മീഷൻ. വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മലിനീകരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. പ്രത്യേക വ്യവസായങ്ങൾക്ക് ചെറുകണികകളുടെ പുറന്തള്ളൽ സംബന്ധിച്ച് ഘനമീറ്ററിൽ 50 മില്ലിഗ്രാം എന്ന വ്യവസ്ഥ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു. നടപടി മലിനീകരണം കുറയ്ക്കാനും പ്രദേശത്തെ വായു ഗുണനിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 131-ാം പതിപ്പ് ഇന്ന് ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഉത്തർപ്രദേശിലെ മീററ്റിൽ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹി പ്രഖ്യാപനത്തിന്റെ അംഗീകാരത്തോടെ ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിക്ക് സമാപനമായി. സാമൂഹിക നന്മയ്ക്ക് നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തുന്നത് സംബന്ധിച്ച സമവായം 88 രാജ്യങ്ങൾ അംഗീകരിച്ചു. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനം നാളെ പുനരാരംഭിക്കും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്.
ICC T20 ലോകകപ്പ് സൂപ്പർ 8-ൽ ഇന്ന് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.